ഹലോ ഗൈസ്, നമ്മുടെ സിറ്റിയിൽ ഒരു ഡേ ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ സിറ്റിയിൽ ₹1 ഡേ ആണ്. അതായത് എന്ത് സാധനം വാങ്ങുകയാണെങ്കിൽ ₹1 ചിലവുള്ളൂ. നമുക്ക് ഷിൻചാൻ്റെയും ഡോറേമോൻ്റെ അടുത്തും ചോദിക്കാം എന്തൊക്കെ വാങ്ങണമെന്ന്. നമുക്ക് അവർക്ക് എല്ലാം വാങ്ങിക്കൊടുക്കാം. അതായിരിക്കും നല്ലത്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം എന്ത് വാങ്ങണമെന്ന്. എടാ ഷിൻചാനെ, ഡോറേമോനെ, നിങ്ങൾക്ക് എന്ത് വേണം? ഞാൻ എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. നീ പറ, എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാം. ഓക്കേടാ, ഞാൻ കൊണ്ടുവരാം. ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു മണിക്കൂർ അല്ല സോറി 1.5 മണിക്കൂർ. അതിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് ആ സാധനങ്ങൾ തരാം. ഗൈസ്, ഇനി എന്തായാലും നമുക്കത് വാങ്ങിക്കാൻ പോവുക. ഗൈസ്, ഇനി നമുക്ക് ആദ്യം സൂപ്പർ കാർ വാങ്ങാം. നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവുക. നമ്മുടെ വണ്ടി എടുക്കണ്ട, നമുക്ക് പകരം വേറെ ആരുടെങ്കിലുമൊക്കെ വണ്ടി എടുക്കുക. അതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാണ് നമ്മുടെ വണ്ടി എടുക്കണം? നമ്മുടെ വണ്ടി പോയാൽ ആരെങ്കിലുമൊക്കെ അടിച്ചു മാറ്റും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് 2 വണ്ടിയിൽ കിട്ടുമല്ലോ, അത് മതി. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് ഷോറൂമിലേക്ക് പോവുക. അതായിരിക്കും നല്ലത്. നേരെ ഷോറൂമിലേക്ക് പോവുക. ഗൈസ്, അങ്ങനെ ഞാൻ ഷോറൂമിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഷോറൂമിലെത്തി. അയ്യോ, ബ്രേക്ക് പിടിക്ക്. ഗൈസ്, ഇത് കണ്ട ഗൈസ്, നമ്മളിത് തലയും കുത്തി പോകും. ഗൈസ്, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഹലോ ചേട്ടാ, വണ്ടി എടുക്കാൻ വന്നാണോ? ഏത് വണ്ടി ഇഷ്ടമായോ ചേട്ടന്? എനിക്ക് ഇഷ്ടമായ സുപ്രയാ. ഈ സുപ്രയ്ക്ക് 1 കോടിയാ. ചേട്ടാ, അവിടേക്ക് വാ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇന്ന് ₹1 ഡേ അല്ലേ, അപ്പം എല്ലാ സാധനവും ₹1 കിട്ടുള്ളൂ. അയ്യോ, അത് ഞാൻ മറന്നല്ലോ. ശരി, ചേട്ടനും എടുത്തോ സുപ്ര. ഗൈസ്, ഇന്ന് എന്തായാലും നമുക്ക് ആ സുപ്ര എടുക്കാം. ഞാൻ ചേട്ടന് ₹1 കൊടുത്തിട്ടുണ്ട്. അത് ശരി, നമുക്ക് പെട്ടെന്ന് പോയി ആ സുപ്ര എടുത്ത് പോവുക. അതായിരിക്കും നല്ലത്. ഗൈസ്, ഇനി നമുക്ക് ഇവിടെ നിന്ന് സുപ്ര എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുക. സുപ്ര എടുത്തിട്ട് അവരിനെ പോയി സുപ്ര വാങ്ങിച്ചൊന്ന് കാണിക്കണ്ട. നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി വാങ്ങിയിട്ട് കാണിക്കുക. അതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർക്കും കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ ആ ഷിൻചാൻ അവിടെ ഇരുന്ന് കരയും, എനിക്ക് ടാങ്ക് കിട്ടിയില്ല ഉണ്ട്. ഗൈസ്, പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഹെലികോപ്റ്ററൊക്കെ വെച്ച് അതപ്പോൾ നേരെ നമ്മുടെ വീട്ടിൽ പോകും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വണ്ടി ബാക്കിൽ കൊണ്ട് പാർക്ക് ചെയ്യാം. അവരങ്ങനെ കാണണ്ടല്ലോ. നമുക്ക് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഞാൻ മിലിറ്ററി ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഹലോ ചേട്ടാ, ഞാൻ ടാങ്ക് വാങ്ങിക്കാൻ വന്നതാണ്. ഇന്ന് ₹1 ഡേ അല്ല, അതുകൊണ്ടാണ്. അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും പറയില്ലേ. എനിക്കൊരു 2 ദിവസത്തേക്ക് റെന്റ് ആ, അതേ ഞാൻ തരാം. ശരി, നീ ടാങ്ക് എടുത്തോ, കുഴപ്പമില്ല. ഗൈസ്, ഇനി ഏതായാലും നമുക്ക് ടാങ്ക് അവിടെ നമുക്ക് കണ്ടുപിടിക്കാം. ഗൈസ്, എവിടെയാണ് ഗൈസ് ആ ടാങ്ക്? അവിടെ കാണാനില്ല. ഈ മിലിറ്ററി ബേസിൽ പിന്നെ കുറേ ടാങ്ക് ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും ഗൈസ്. ഇവിടെ ഹെലികോപ്റ്റർ മാത്രമേ ഉള്ളൂ, ടാങ്കൊന്നുമില്ല. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഗൈസ്, ഇവിടെ തന്നെ ടാങ്ക് ഉണ്ട്. ഇവിടെ ആകെ 3 ടാങ്കുള്ളൂ. നമ്മൾ 1 ടാങ്കല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ 3 ടാങ്കൊക്കെ ഇവിടെ മതി. ഒരു കാര്യം ചെയ്യാം, ഈ ടാങ്ക് എടുത്ത് നേരെ പറപ്പിച്ച് വിടാം. ടാങ്കിലധികം സ്പീഡൊന്നും ഇല്ലല്ലേ. നമുക്ക് ഈ വണ്ടിയെ പൊട്ടിച്ചാലോ? വേണ്ട, ആരുടെയോ വണ്ടി കഷ്ടപ്പെട്ട് വാങ്ങിച്ചായിരിക്കും, നമ്മളെന്തിനും പൊട്ടിക്കുന്നു. നമുക്ക് പ്ലെയിനിൽ വിടാം. ടാർഗറ്റ് മിസ്സായി. ഗൈസ്, ആ പ്ലെയിനിൽ കൊണ്ടുപോയിട്ടും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് ബുള്ളറ്റ് പ്രൂഫും ബോംബ് പ്രൂഫും ഒക്കെ ആണെന്ന്. അങ്ങനത്തെ പ്ലെയിൻ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. മാറിക്കവണം, വഴിയിൽ തന്നെ വന്ന് നിൽക്കും. നമുക്ക് ഈ ലംബോർഗിനിയിലാക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് കുറച്ച് താഴേക്കാക്കാം. അയ്യോ, മിസ്സായി. അപ്പം കറക്റ്റായി. നമുക്കത് ആ കോനിക്സെങ്കിലും ആക്കാം. അത് മിസ്സായി. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയാൽ അത് മിസ്സായി. നമുക്ക് അതിന് മേലെ ആക്കണ്ട. അല്ലെങ്കിൽ ഈ ടാങ്ക് ഒരു വലിയ വണ്ടിയാണ്, അതിൻ്റെ മേലെ കൂടെ കയറ്റിയ കാര്യം തീരും. പിന്നെന്തിനാണ് വെറുതെ ബോംബൊക്കെ എടുത്ത് അങ്ങനെ. ഗൈസ്, ഇനി എന്തായാലും നമുക്ക് അവരിനെ വിളിക്കാം, എന്നിട്ട് പറയാൻ വാങ്ങിയെന്ന്. ഇവിടെ ഷിൻചാനും ഡോറേമോൻ ഇത് കണ്ട്, ഞാൻ 2ഉം വാങ്ങി. അതൊക്കെ ഉണ്ട്. നീ പോടാ, ഞാനൊന്നും അത് അടിച്ചു മാറ്റിയതല്ല, ഞാൻ എങ്ങനെയൊക്കെയോ അത് വാങ്ങിയതാണ്. എടാ, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇന്ന് ₹1 ഡേയാ. അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആക്കാനാണ് പറഞ്ഞില്ല.